കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ ജയന്താണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. എം മെഹബൂബ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് കോഴിക്കോട് നോർത്തിലും കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ BJPയുമായി വോട്ട് കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നിൽക്കുന്ന മുഴുവൻ ആളോട് നിങ്ങൾ ചോദിക്കുക, കേരളത്തിൽ BJPന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയാരാണ്? CPM ആണ്. ഇതറിയുന്നവരാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർ. എന്നിട്ട് ആ CPM ഇത് പറഞ്ഞ് ആര് വിശ്വസിക്കാനാ? അതൊക്കെ ആ പുച്ഛത്ത് തള്ളിക്കളയാന്നല്ലാതെ അതിനകത്ത് എന്താ? BJPയും CPMഉം ഒന്നാണെന്ന് അറിയാത്തവരല്ല കേരളത്തിലുള്ളവർ. അത് ചരിത്രപരമായി തന്നെ അവർ ഒന്നിച്ചു നിന്നുണ്ട്. അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. മെഹബൂബിൻ്റെ പ്രശ്നം എന്താ അറിയോ? മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി വരെ 10-11 സീറ്റൊക്കെ ജയിച്ചിരുന്നു. മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പച്ച തൊട്ടിട്ടില്ല ഈ ജില്ലയിൽ. മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പോയി. കോഴിക്കോട് ജില്ലയിലെ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ടു, മിക്കവാറും പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പൂർണ്ണമായി 13 സീറ്റും UDF ജയിക്കാൻ പോവുക. അപ്പം മെഹബൂബിനെ സംബന്ധിച്ചിടത്തോളം വിഭ്രാന്തി പിടിച്ചു പോയതാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോഴിക്കോട് ജില്ലയിൽ UDFന് ഒരു പരാജയ ഭീതി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്കൊക്കെ കടക്കുന്നത്. പരാജയ ഭീതിയല്ല, UDFന് വിജയാരവ. ഞങ്ങളിപ്പോൾ ഈ റോഡിൽ തന്നെ 3ാമത്തെ റോഡ് ഷോ ആയിട്ടാണ് നടത്താൻ പോകുന്നത്. UDFന്റെ ഓരോ പ്രവർത്തകരും, ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പ് UDF മാത്രമല്ല ഒറ്റയ്ക്ക്, UDFന്റെ കൂടെ ജനമുണ്ട്. കോൺഗ്രസിനേക്കാളും ലീഗിനേക്കാളും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, അത് ജനം ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണ്. കാരണം ജനത്തിനറിയാം ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. കഴിഞ്ഞ തവണയും ഈ പറയുന്ന BJPയും CPMഉം തമ്മിൽ കൂട്ടുകൂടിയ കഥയൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും ജനത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അവർക്ക് നല്ല ബോധ്യമുണ്ട് ആര് തമ്മിലാണ് സഖ്യമെന്നും ആര് തമ്മിൽ ധാരണയുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലം എത്രത്തോളം വിജയപ്രതീക്ഷ ഉണ്ട്? ഏതായാലും 2 ദിവസം കൂടി കഴിഞ്ഞാൽ വോട്ടെടുപ്പാണല്ലോ. ഞങ്ങൾ 100% ജയിക്കാൻ പോകുന്ന മണ്ഡലമാണ്. നോർത്ത് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ കാരണം ഈ UDF പ്രവർത്തകർ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഊണുറക്കൊഴിഞ്ഞ് പ്രവർത്തിക്കുക. അവരോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ 10 വർഷത്തെ അവരുടെ ജീവിതത്തിൻ്റെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ നഗരത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം 20 വർഷമായി ഇവിടെ നിന്ന് അവർ ഇടതുമുന്നണിയുടെ MLAമാരെ തിരഞ്ഞെടുത്തു. 19 വർഷമായി ഈ കോർപ്പറേഷൻ അവർ ഭരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയിരുന്നു കോഴിക്കോട്. ആ കോഴിക്കോട് ഇന്ന് എവിടെയാണ് സ്ഥാനം? അതിനുശേഷമായ തിരുവനന്തപുരവും കൊച്ചിയൊക്കെ കോഴിക്കോടിനെ മറികടന്ന് ബഹുദൂരം പോയി. ഇതൊക്കെ ജനത്തിനറിയാം. ഇടതുമുന്നണിക്ക് ഇവിടെ സ്ഥിരമായി ജയിക്കാൻ അവസരം കൊടുത്തതുകൊണ്ടാണ് ഈ നഗരം ഒന്നുമല്ലാതെയായി പോയത്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പഠനം എല്ലാം ഈ മണ്ണിൽ അലിഞ്ഞു തീർന്നതാണ്. ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. ഒരു മെഹബൂബ് പറയുന്നത് നാദാപുരത്തെ DYFI പ്രവർത്തകർ നേരിടുന്ന ആക്രമണം ഉണ്ടായിരുന്നു. അപ്പം അതല്ല ഈ പരാജയ ഭീതി മൂലം നിങ്ങൾ നടത്തുന്നതാണെന്നാണ്. മെഹബൂബൊക്കെ ഫുൾ കോമഡി അല്ലേ? നിങ്ങളത് ആലോചിച്ചാൽ പോരെ? മെഹബൂബ് കേരളത്തിൽ പിണറായി വിജയൻ നേരിട്ട് BJPയുമായി ഡീല് നടത്തുന്നു എന്ന് ബോധ്യമുള്ള ജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഈ ജില്ല സമ്പൂർണ്ണമായി CPM തോൽക്കും. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ CPMന് സമ്പൂർണ്ണ തോൽവി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പറയുന്നത്. കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയ, അമൃത ന്യൂസ്.